നമസ്കാരം. ദേഷ്യം മാറാൻ എന്തു ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവർക്കും ദേഷ്യമുണ്ട്. ഉപദേശം വളരെ എളുപ്പമാണ്. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും പറയാം, കേൾക്കാൻ ആളുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കാം, സ്വയം നന്നാവുന്നില്ല. എന്തായാലും ശരി, സുഭാഷിതത്തിലൂടെ ദേഷ്യം മാറുവാനായിട്ട് എന്തൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കാം. ദേഷ്യം എന്നുള്ളത് പലപ്പോഴും ആ ദേഷ്യം കൂടി 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 പോകുമ്പോൾ വെറുപ്പിലേക്ക് നീങ്ങി അത് ഒരു കാമക്രോധ ലോഭ മോഹാദികൾ ഇതെല്ലാം തന്നെ മനുഷ്യനെ ദുഷിപ്പിക്കുന്നു. ഏവർക്കും അറിയാം, അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഈ ദേഷ്യം, കോപം ഒരാളുടെ അടുത്ത് ജനിച്ചു കഴിഞ്ഞാൽ അത് മാറുവാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അവർ എന്ത് ചെയ്താലും ശരി, നമ്മൾ അവരെ വെറുപ്പോടുകൂടി മാത്രമേ കാണുകയുള്ളൂ. എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും ശരി, ആ നല്ല കാര്യങ്ങൾ മനസ്സിലുണ്ടാവില്ല. കാരണം ദേഷ്യം ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രതീതി അല്ലെങ്കിൽ അവരെ നോക്കുന്നത് തന്നെ ആ ഭാവത്തിലായിരിക്കും നമ്മൾ അവരെ കാണുക. അത് കർമ്മഫലമായിട്ട് തിരിച്ചു വരും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഈ കർമ്മം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഒരാളെ കത്തി കൊണ്ട് കുത്തുക, അതാണ് കർമ്മം. വേറൊന്നും കർമ്മമല്ല. ഈ കർമ്മം എന്നുള്ളത് എൻ മനസാധ്യായതി യത് വാചാ വദതി, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് തന്നെ കർമ്മം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നല്ല സങ്കല്പങ്ങൾ വേണം എന്ന് പറയാൻ കാരണം. തന്മേ മനഃ ശിവസങ്കല്പമസ്തു, നല്ലതിനെ മാത്രം സങ്കല്പിക്കുക എന്നുള്ളതാണ്. ആ നല്ല സങ്കല്പങ്ങൾ നല്ല വാക്കുകളായി പുറത്തു വരും, സത്കർമ്മങ്ങളായി പരിണമിക്കും. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് ചിന്തിക്കുന്നതും വാക്കുകൾ കൊണ്ട് പറയുന്നതും കൈകാലുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ കർമ്മം തന്നെയാണ്. അപ്പോൾ ദേഷ്യത്തോടു കൂടി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കോപം ഇങ്ങനെ നമ്മളെ തന്നെ നശിപ്പിക്കും. ആയതിനാൽ അതിനെന്തെങ്കിലും മറുമരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നാമജപത്തിലേക്ക് വരേണ്ടി വരും. രാമനാമം ജപിക്കുക എന്നുള്ളതാണ്. സദാ ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എനിക്ക് രാമനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമശിവായ 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 ജപിക്കാം. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം. എനിക്ക് ഭഗവതിയോടാണ് കൂടുതൽ താല്പര്യം. തീർച്ചയായിട്ടും അമ്മേ നാരായണ എന്തു തന്നെ ആയിക്കോട്ടെ, സർവാബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മത് വൈരി വിനാശനം എന്ന് നമുക്ക് ജപിക്കാം. ഈ വൈരി എന്നുള്ളത് നമ്മുടെ മനസ്സിനകത്തുള്ള കൽമഷം ഇല്ലെങ്കിൽ ദ്വേഷ ബുദ്ധിയെയാണ് ഉദ്ദേശിക്കുന്നത്. ആ വൈരി ഇല്ലാതാകട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ശൈവ വൈഷ്ണവ ശാക്തേയങ്ങളിൽ ഏത് മന്ത്രമാണോ നമുക്ക് സ്വീകാര്യത അല്ലെങ്കിൽ കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക, ആ മന്ത്രങ്ങൾ ജപിക്കുക. കഴിയുന്നതും മൂലമന്ത്രങ്ങൾ ഒഴിവാക്കി. കാരണം മൂലമന്ത്രങ്ങൾ ജപിക്കുവാൻ എളുപ്പമാണ്, അത്രയധികം അതിന് ശക്തിയുണ്ട്. അത് തെറ്റിപ്പോയാൽ വല്ല ദോഷത്തിനും ഇനി അതിനാൽ കാരണമാകണ്ട. ശ്ലോകരൂപേണയുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കുക. തെറ്റ് തിരുത്തുവാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ യൂട്യൂബെല്ലാം അടച്ചു വെച്ചിട്ട് വീട്ടിൻ്റെ പുറത്തിറങ്ങുക. ഓരോ ഗ്രാമങ്ങളിലും പഠിച്ച ആൾക്കാരുണ്ട്, അവരടുത്ത് ചെന്ന് ചോദിക്കുക, ഇതൊന്ന് തെറ്റ് തിരുത്തി തരുമോ? ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവനവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ഒരു 5000 വീഡിയോ ഇല്ലെങ്കിൽ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു 100 ഷോർട്സ് കാണണ്ട. ആ ഒരു 10 മിനിറ്റ് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാം. നേരെ വീട്ടിന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആചാര്യനെ നമുക്ക് കാണുവാൻ ഇടയാകും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സംശയങ്ങൾ തിരുത്തുവാൻ സാധിക്കും. അങ്ങനെ നാമജപം എന്നുള്ളത് ശീലമാക്കുക. ക്രമേണ 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 ദേഷ്യം കുറഞ്ഞു വരും എന്നുള്ളതിൽ തർക്കമില്ല. അടുത്തത്, സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പുരുഷന്മാർക്കും ചെയ്യാം, ഇല്ല എന്നില്ല. അടുക്കളയിൽ കൂടുതലും സ്ത്രീകളാണല്ലോ. ഇനി ഞങ്ങൾക്ക് മാത്രമാണോ ദേഷ്യമുള്ളത് എന്നൊന്നും ദയവ് ചെയ്ത് ആരും ചോദിക്കരുത്. സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കുക. അടുക്കളയിൽ കൂടുതലും കണ്ണാടി കൊണ്ടുള്ള പാത്രങ്ങൾ, ചില്ല് പാത്രങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. ദേഷ്യം താനേ കുറയും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ഓരോ പ്രാവശ്യവും ചില്ലുപാത്രം എടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും, ആ ഭാവത്തിലായിരിക്കും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ശ്രദ്ധ കൊടുത്തായിരിക്കും ആ പാത്രങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ക്രമേണ 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 ദേഷ്യം കുറയും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. എന്നിങ്ങനെ കുറേ സത്പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോയി ഇതിനെ മനസ്സിലാക്കി ആ ദേഷ്യം താനേ 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 പതിയെ ഇല്ലാതാകും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. ഈ മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.